ഒരു ഇൻ്റർവ്യൂ കൊടുക്കുക, ഒരു കോൺട്രവേഴ്സി എടുക്കുക, ഉണ്ടാക്കുക ഒന്നും ചെയ്തിട്ടില്ല. ആൾ വെൽ പ്ലാൻഡ് ആയിട്ടാണ് പോകുന്നത്. അതേപോലെ ജാസ്മിൻ ഒറ്റയ്ക്ക് എനിക്ക് കളിക്കാൻ പറ്റില്ല, ഒറ്റയ്ക്ക് എനിക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരു ഡിപ്പെൻഡൻസി ക്യാരക്ടറുള്ള ഒരാൾ ഇപ്പോൾ BBയിൽ നിന്നുകൊണ്ട് തന്നെ വാട്ട് എവർ സെക്കൻഡ് റണ്ണർ അപ്പോൾ എന്തോ ആയില്ലെങ്കിൽ പോലും ആ വ്യക്തിയിൽ ഒരു വ്യക്തിത്വം ഉണ്ടായെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വിളിക്കേണ്ടവരെ വിളിച്ചാൽ മതി, കൂടെ നിർത്തേണ്ടവരെ വിളിച്ചാൽ മതി, കൂടെ നിർത്തേണ്ടവരെ നിർത്തിയാൽ മതി, അല്ലാതെ റിസർവ് ചെയ്യാത്ത ആൾക്കാരെ നിർത്തണ്ട, നമ്മളെ പുറകെ നിന്ന് കുത്തുകയും നമുക്കൊരു വിഷയം വരുമ്പോൾ നമ്മളിട്ടിട്ട് പോവുകയും നമ്മളെ വിറ്റ് പൈസയാക്കാൻ നോക്കുന്നവരെ നമ്മൾക്ക് കൂടെ വേണ്ട. ആള് അത് ഭയങ്കര മെച്ചുവേർഡായിട്ട് തന്നെയാണ് സംസാരിച്ചത്. അപ്പം അത് വലിയൊരു കാര്യം തന്നെയാണ്, നമുക്ക് ജീവിതത്തിൽ കിട്ടിയ ഒരു അനുഭവമാണ്. ഇപ്പം എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്, ലെസൺസ് ഉണ്ട്. കാരണം ലൈക്ക് പിന്നെ ഞാൻ ഭയങ്കര ട്രസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു, ഞാൻ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു. ലൈക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എൻ്റെ ക്യാരക്ടേഴ്സ്, എൻ്റെ ഇഷ്ടങ്ങളൊക്കെ മാറ്റി വയ്ക്കുന്ന കൂട്ടത്തിലായിരുന്നു. അങ്ങനെ പണി കിട്ടിയാണ് ഇപ്പം ഇങ്ങോട്ട് ഉണ്ടാക്കാൻ പറയേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആ ഒരു രീതിയിൽ നമ്മളൊരു ബൗണ്ടറി വരച്ചത്. അപ്പോൾ അതേപോലെ തന്നെ ജാസ്മിന് മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളുണ്ട്. ആൻഡ് ആൾക്ക് ഈ കിട്ടി, ശരിക്കും കിട്ടിയെന്ന് തന്നെ പറയാം. അതിപ്പോൾ ഫെം വൈസ് ആണെങ്കിലും ലെസൺസ് വൈസ് ആണെങ്കിലും ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി മനസ്സിലാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് തന്നെ വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില തിരിച്ചറിവുകൾ നമുക്ക് ലൈഫിൽ നമ്മുടെ അനുഭവങ്ങളിൽ നിന്നാണ് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ആൾക്കാരെ വിശ്വസിക്കാതിരിക്കുക. എല്ലാവരും നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് നമ്മളോട് സംസാരിക്കുന്നത്, എല്ലാവരും നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ അടുത്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ നോക്കി ചിരിക്കുന്നതൊക്കെ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണെന്നൊന്നും വിശ്വസിക്കാതിരിക്കുക. മനുഷ്യന്മാരാണ്, പല വിധമാണ്. ഇതിൽ ആരൊക്കെയാണ് നല്ലത് ആരൊക്കെയാ ചീത്തെന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം തന്നെ ലേറ്റസ്റ്റ് നടക്കുന്ന ഒരു സംഭവത്തിൽ ആ വ്യക്തി ഇത്രയും വലിയൊരു വിഷം ചീറ്റുന്ന വ്യക്തിയായിരുന്നു നമുക്കറിയില്ലായിരുന്നു. സോ ഇത് ഭയങ്കര അപ്രീഷിയേറ്റബിൾ ആണ്. ആളുള്ള ഒരു ചേഞ്ച്, ആളുടെ ആ ഒരു മെച്യൂരിറ്റി ലെവൽ, ആളുടെ ഒരു ആറ്റിറ്റ്യൂഡ്, ആളുടെ ഒരു തോട്ട് പ്രോസസ്സൊക്കെ എൻറ്റയർലി മാറി. അപ്പോൾ ഡിസേർവ് ചെയ്യുന്നവർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക, കൂടെ നിന്ന് കുത്തുന്നവരാണെന്ന് മനസ്സിലായാൽ നിങ്ങൾക്ക് എത്ര താല്പര്യമുള്ള ആളാണെങ്കിലും എടുത്ത് എറിയുക. ജാസ്മിൻ ആ കാര്യത്തിൽ വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പം ഞാനും അത് തന്നെയാണ് പറയുന്നത്. ഗെയിമിലെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു, ഗെയിം ഇത് കഴിഞ്ഞു. അപ്പോൾ ഇനി അങ്ങനെ എഴുന്നില്ല, ഇങ്ങനെ എഴുന്നില്ല, പണ്ട് ആനപ്പുറത്ത് ഇരുന്നില്ലേ എന്നൊന്നും ചോദിക്കുന്നതിന് സംസാരിക്കുന്നത് എനിക്ക് താല്പര്യമൊന്നുമില്ല. കാരണം ഇപ്പോഴും പലരും കമൻറ്റ് ബോക്സിൽ വന്നിട്ട്, എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുള്ളൂ നീ അന്ന് കാണിച്ചെന്താ, ഇവരൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു മനുഷ്യന് ഇഷ്ടമല്ലെങ്കിൽ അയാളെ അങ്ങോട്ട് ഇല്ലാതാക്കുക, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ തെറ്റ് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ അയാളുള്ള ശരികളും അല്ലെങ്കിൽ അയാളുടെ പോസിറ്റിവിറ്റിയും പറയാനായിട്ട് മനുഷ്യന്മാർക്ക് സമയമില്ല. അപ്പം അതൊക്കെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ, അതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ, സൊസൈറ്റി എന്താണെന്ന് മനസ്സിലായിക്കൊണ്ടും മനുഷ്യരെന്താണെന്ന് മനസ്സിലായിക്കൊണ്ടും നമ്മുടെ മൈൻഡാണ് എവരിത്തിങ്, നമ്മൾ അത്രയും സ്ട്രോങ് ആയിട്ട് നിന്നാൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും. അതേപോലെ തന്നെ നമുക്ക് നമ്മളെ ഉണ്ടാവത്തുള്ളൂ. ഈ വളരെ വിരളം ആളുകളാണ്, ചിലപ്പോൾ ഒരാളെങ്കിലും ജെന്യുവനായിട്ട് നമ്മുടെ കൂടെ നിന്നു, അത് തന്നെ വലിയ ഭാഗ്യം എന്ന് പറയുന്നതാണ്. അപ്പോൾ കൂടെ ഏതൊരു സമയത്തും ജെന്യുവനായിട്ട് കൂടെ നിൽക്കുന്നവരെ നിർത്തുക. അല്ലാതെ ഒരു ഫ്രണ്ട്സിലാണെങ്കിലും എല്ലാണെങ്കിലും ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റിയാണ് നോക്കേണ്ടത്. ഇപ്പോൾ ജാസ്മിൻ്റെ ആ ഒരു സംഭവം, എനിക്ക് ആ ഒരു വേ ഓഫ് ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും ലൈവും ആ ഒരു സംഭവങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആൾ പുറത്തിറങ്ങിയിട്ടാണെങ്കിലും ഒരു കോൺട്രവേഴ്സി കാര്യങ്ങളൊന്നും ഉണ്ടാക്കാതെ ആളുടെ രീതിയിൽ വെൽ പ്ലാൻഡ് ആയിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആൻഡ് ഓരോ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. നല്ലൊരു ഡിസിഷനാണ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ജാസ്മിൻ. അപ്പം ഗെയിമും മറ്റു കാര്യങ്ങളും കഴിഞ്ഞു. ഇപ്പം ഞാനും പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. അത് അതിൻ്റെ ഉള്ളിൽ കാണിച്ച സംഭവങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചത്. പറ്റാത്ത കാര്യം പറ്റില്ലാത്തത് നമ്മൾ പറയും, പറ്റുന്ന കാര്യം പറ്റുന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കും. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്.